ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലിപ്പ് ലച്ചൂസ്. നമ്മളിന്ന് നമ്മുടെ ട്രിപ്പ് വ്ളോഗിൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ. എന്ന് വെച്ചാൽ പാർട്ട് 2 ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ബാക്കിയൊക്കെ ഞാൻ പാർട്ട് 1 കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഡേ 2 ഈവനിങ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഫുൾ വോയിസ് ഓവർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വ്ളോഗിൽ നമ്മൾ ഓൺ വോയിസ് ആട്ടോ കൊടുക്കാൻ പോകണം. ഇനി കോവളം ബീച്ച് കാണാൻ പോവാണ് ഗൈസ്. ഇത്ര നേരം നല്ല മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം നോക്കി നമുക്ക് പോവാണ്. ഈവനിങ് ആയപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് കോവളം ബീച്ചിലേക്കാട്ടോ. നല്ല ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോൾ അവിടേക്ക് അത്ര ഡിസ്റ്റൻസ് ഇല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനവിടെ ഇങ്ങനെ കൊടുക്കണം. അതെ, ഇത് വേറെ നമ്മൾ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ഓവർ എക്സൈറ്റ്മെന്റ് കൂടിയിട്ടാണ് തക്കുടിക്കണേ. സോ ഗായ്സ്, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഓടാ അതൊക്കെ കുഴിച്ചടങ്ങി ഗായ്സ്. Wow. കാണല്ലോ. ഹലോ 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 ഹായ്. ഹായ് തരില്ല ഓക്കെ. അതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് വന്ന് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ആക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസ് വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ഞാൻ കവർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു
10 മണി ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ അടുത്തുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് അവിടേക്കായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, എവിടെ കയറണം, ഏത് ഹോട്ടലിൽ കയറണം, അങ്ങനെ കുറേ നേരത്തെ കൺഫ്യൂഷന് ശേഷമാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ കിടക്കാൻ പോകുന്നത് നമ്മുടെ ട്രിപ്പ് ഡേ 3 ആണ് കേട്ടോ. തലേ ദിവസം അടിച്ച് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം രാത്രി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ തൊട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പിറ്റേ ദിവസം 5 മണി ആ ഒരു ടൈമിലാട്ടോ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം സൺറൈസ് കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. നല്ലൊരു സ്പോട്ടാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കടലും അങ്ങനെയൊക്കെ ഇട്ട് നല്ല രസമാണ്. അവിടെ തന്നെയായിരുന്നു കന്യാകുമാരി ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അമ്മമാരെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കടൽ കണ്ടിട്ടൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ ആ കടലിലിങ്ങനെ ചുറ്റായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് കാണാം. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ വ്യൂവും അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഭയങ്കര ചെറിയ വഴിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്രൗഡായതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴക്കാലം, ആ ഒരു മഴ ഉള്ള ഒരു സീസണായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോട്ടിങ്ങൊക്കെ കുറേ നേരം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ 10 മണിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതവർ ക്യാൻസൽ ചെയ്തു. അങ്ങനെയായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ തിരുമാല അടിക്കണില്ല, ഇല്ലല്ലോ മറ്റൊരു നന്നായി അടിക്കുന്നുണ്ട് ലാമ്പാടിയാൻ. നമ്മൾ ഇന്നലെ പോയെടുത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും അതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഫിഷ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോകാം. ഏതിന്? ഓ നല്ല ചളി ഗൈസ്. എന്താ കാണിക്കണേ? എന്തടിക്കണം? എന്താടാ ഞങ്ങളുടെ നടക്കുമ്പോൾ വീഡിയോ എടുക്കണം.
കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു, കുറേയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോഴേക്കും നല്ല മഴ പെയ്യുണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്യാറാകുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. ആ സമയത്തായിരുന്നു അവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബാക്ക് ടു കന്യാകുമാരി ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നേരെ ഞങ്ങൾ ബാക്ക് ടു ഹോട്ടലിലോട്ട് പോയിട്ട് ജസ്റ്റ് കുറച്ചിടം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ലഗേജസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകും. സോ അങ്ങനെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് പോരുന്ന സമയത്തായിരുന്നു നമ്മളിത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നാൾ ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ഒരു മീൽസ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു ഹോട്ടലിൽ കയറി നമ്മൾ മീൽസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ആ ഒരു റോഡിൻ്റെ വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചില വീഡിയോസൊക്കെ എൻ്റെ കുറേ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നത് കുറച്ച് ലേറ്റായിട്ടായതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇതിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊന്നും എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു എനർജി കിട്ടിയ പോലെയായിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ. അപ്പോൾ പിന്നെ എല്ലാവരും പിന്നെ തുള്ളിച്ചാട്ടായി പാട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പോണേക്കാളും നന്നായിട്ട് വരുമ്പോൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പാത്രം എടുത്തിട്ട് ഹലോ ഹായ് ഇറങ്ങുകയാണ് ചെയ്തത്. കൊറേ ചോദ്യമൊക്കെ അതാ പോണു. ഞങ്ങള് എത്ര നേരം തപ്പിക്കൊണ്ടിരിക്കണ്ടായിരുന്ന കുട്ടി ഇടാത്. അപ്പൊ ഇതെന്നെ ഇടുന്നവരോട് wow guys സൂപ്പറായിട്ട് നമ്മൾ സ്ഥലത്തേക്ക് പോയി ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, അവിടെ ഇറങ്ങാം. ഓ മൈ ഗോഡ് 3 പട്ടീസ്. പട്ടി കിടക്കേണ്ടതാണ് വീട്ടിൽ. Guys, oh me. Yes, നമ്മളിങ്ങനെ പാർക്കിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ കളിച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വിചാരിച്ച പോലെ കളിക്കാനും പറ്റിയില്ല, കാരണം നല്ല കോപത്തിലായിരുന്നു കടൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയിലായിരുന്നു. പക്ഷെ നമ്മൾ നന്നായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് തന്നെ തിര അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് ഇങ്ങനെ ഒരു പ്ലേസിനായിരുന്നു, കുറച്ച് ആക്ടിവിറ്റി ഏരിയയും പിന്നെ പാർക്കൊക്കെ ആയിട്ട് ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ടൈം എന്ന് പറയുമ്പോൾ ഒരു 5 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് പോരുമ്പോൾ. ബീച്ചിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ടൈമായിട്ടുണ്ട്. പിന്നെ കളിച്ച് വരുമ്പോൾ അതിനും ടൈമായിട്ടുണ്ടാവുമല്ലോ.
അപ്പോൾ ആക്ടിവിറ്റി ഏരിയ അങ്ങനെ അവിടേക്ക് പോയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഏകദേശം 6 മണി കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം പാർക്ക് സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പോരുമ്പോഴാട്ടോ ഈ ഒരു പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് അഹല്യ ഫൗണ്ടേഷൻ ഓഫ് ദ ഐ ഹോസ്പിറ്റലിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. അന്ന് എന്തോ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യാനുള്ള ഒരു ഗെയിമാണ് കേട്ടോ അത്. അപ്പോൾ ഒരു ബോർഡും ഒരു ബോളൊക്കെ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ഓരോരോ സ്ഥലത്തും വീണാൽ അതിനായിട്ട് ഓരോരോ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ ലെവൽ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് കയ്യിലിങ്ങനെ പിടിക്കാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വലിയവരാണ് കൂടുതൽ അതിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് അവർ. അപ്പോൾ ചെറുതായിട്ട് സെക്കൻഡ് പ്രൈസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഷാർപ്നറൊക്കെ നോക്കട്ടെ. ഗൈസ് ഇതാണ് കിട്ടിയത്. പെൻടോണിക്കിന്റെ ഒരു 2 പെൻടോണിക്കിന്റെ 2 പെൻ. അതല്ല അത് തിരിച്ചു വരുമ്പോൾ നമ്മളങ്ങനെ എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് നമുക്ക് പോരാന്നുള്ള ഒരു ഇതിലായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇടയിൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കളറിംഗ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചാനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇച്ചാനുവിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അതിൽ ഫുള്ള് കളറടിപ്പിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇച്ചാനു ഫുള്ള് ആ ബുക്ക് മൊത്തം കളറടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ. നമ്മളൊരു 10 മണി കുറച്ച് ലേറ്റായിട്ട് 10 മണി ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുബൂസും അൽഫാമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെറുതായിട്ടൊരു ലെമൺ ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദീസ് വീഡിയോസ്. നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അതിലേക്കും എല്ലാവർക്കും ബൈ.